നമസ്കാരം, എല്ലാവർക്കും എൻട്രിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി TS. ഇന്ന് നമ്മൾ 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ 150 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. കിട്ടാത്തവരുണ്ടെങ്കിൽ ആ ഒരു ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ ഡൗൺലോഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഫുൾ PDF-ഉം SCRT NCRT ചാപ്റ്റേഴ്സ് ലിസ്റ്റും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം അവിടെ കുറെ പേര് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വെറുതെയാണ്, കിട്ടാനൊന്നും പോകുന്നില്ല എന്ന്. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ 25 ഡേയ്സ് സ്റ്റഡി പ്ലാൻ, ആ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്റ്റഡി പ്ലാൻ വന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് ആവശ്യപ്പെട്ടതായിരുന്നു. നമുക്കിനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ 10th പ്രിലിംസ് പരീക്ഷയ്ക്കായിട്ട്. സോ ആ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഒരു 25 ദിവസം, നമ്മൾ ഫുൾ ഡേയ്സ് എടുത്തിട്ടില്ല, ഒരു 25 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റഡി പ്ലാനിന്റെ ഫുൾ PDF നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് അല്ലെങ്കിൽ കമന്റ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഗൂഗിൾ ഫോം ലഭിക്കും. നിങ്ങൾ അത് ഫില്ല് ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ദാ നമ്മുടെ 25 ദിവസത്തെ സ്മാർട്ട് സ്റ്റഡി പ്ലാനിലേക്ക് പോവുകയാണ്. ഈ 25 ദിവസം നമുക്കറിയാം കുറച്ച് സമയമുള്ളൂ. ഈ കുറച്ച് സമയം നമുക്ക് വളരെ 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 വിലപ്പെട്ട സമയങ്ങളാണ്. അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കട്ട് ഓഫിലേക്ക്, നമുക്ക് ലിസ്റ്റിൽ വരണം, ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് 10th പ്രിലിംസിലുള്ളത്. ബാക്കിയുള്ള പരീക്ഷകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കയറാൻ എളുപ്പമുള്ള, നമുക്ക് പെട്ടെന്ന് പാസ്സാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പാസ്സാക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് 10th പ്രിലിംസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ആണ്. വളരെ വളരെ രീതിയിൽ നല്ല രീതിയിൽ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ SCRT ടെക്സ്റ്റ് ബുക്കും ഒക്കെ നല്ലതുപോലെ കവർ ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലതുപോലെ നോക്കിയിട്ട് നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. സോ ഇനി പഠിച്ചു തുടങ്ങാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമയം അവിടെ തീർന്നിട്ടില്ല. നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾ നല്ല രീതിക്ക് ഒരു സ്മാർട്ട് സ്റ്റഡി നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു കട്ട് ഓഫിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം സ്മാർട്ട് സ്റ്റഡി എന്ന് പറയുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഒന്നേന്ന് പറഞ്ഞു ആദ്യം മുതൽ അതിന്റെ ചരിത്രം മൊത്തം പഠിക്കാനുള്ള സമയമില്ല. വളരെ കുറഞ്ഞ സമയത്ത് നമുക്ക് മാക്സിമം നല്ല സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള വഴി. ഓക്കെ, അതിപ്പോ നിങ്ങൾ വേറെ ബുക്സ് യൂസ് ചെയ്ത് പഠിക്കുന്നവരായിക്കോട്ടെ, മറ്റ് ആപ്പുകൾ യൂസ് ചെയ്ത് പഠിക്കുന്നവരായിക്കോട്ടെ, എൻട്രി യൂസ് ചെയ്ത് പഠിക്കുന്നവരായിക്കോട്ടെ, കുറഞ്ഞ സമയത്തിൽ നമുക്ക് മാക്സിമം കണ്ടന്റ് ലഭിക്കുകയും വേണം, ക്വാളിറ്റി കണ്ടന്റുകൾ ആയിരിക്കുകയും വേണം. സോ അത്തരത്തിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് അത് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു പ്രിപ്പറേഷൻ കൊണ്ടുപോവുക. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ആ ഒരു റിസൾട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം 25 ഡേയ്സ് സ്റ്റഡി പ്ലാൻ. അതിനു മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയുകയാണ്. നമ്മുടെ പ്രിലിംസിന്റെ ഒരു ക്രാഷ് കോഴ്സ്, 30 ഡേയ്സ് ക്രാഷ് കോഴ്സ് ആണ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ടെസ്റ്റ് സീരീസ് ആയിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്. വെറും 499 രൂപയ്ക്ക് 3 മാസത്തെ വാലിഡിറ്റി ആയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് 50-ലധികം മോഡൽ എക്സാംസ് നിങ്ങൾക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പം ആ ഒരു 10th പ്രിലിംസിന്റെ സിലബസ് എല്ലാം പഠിച്ച് കംപ്ലീറ്റ് ആയി ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം, മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് എക്സാമുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ എക്സാമുകൾ ആ ഒരു ടൈമർ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യസമയത്തിനുള്ളിൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നല്ല ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസും വെച്ചുകൊണ്ട് നമ്മുടെ ഒരു 30 ഡേയ്സ് ക്രാഷ് കോഴ്സ്, എല്ലാ ടീച്ചേഴ്സിന്റെയും നമ്മുടെ സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് ഉണ്ട്. ആ കോഴ്സിനകത്ത് നമുക്ക് എല്ലാ സബ്ജക്റ്റിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കണ്ടന്റുകളും വെച്ചുകൊണ്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല PSCയുടെ മുൻവർഷ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. PDF നോട്ടും ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ആർക്കെങ്കിലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളുടെ സ്റ്റഡി പ്ലാനിലേക്ക് പോവുകയാണ്. 25 ഡേയ്സ് സ്മാർട്ട് സ്റ്റഡി പ്ലാൻ ആണ്. സ്മാർട്ട് സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, നമ്മൾ ഇത് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് വളരെ രീതിയിൽ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കിനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, ഇച്ചിരി സമയമുള്ളൂ. ഇച്ചിരി സമയത്ത് നമ്മളുടെ ബ്രെയിൻ എന്ത് ചെയ്യണം, മാക്സിമം സ്പീഡിൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ? അപ്പൊ നല്ല രീതിയിൽ നമ്മൾ മനസ്സിൽ വെച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അത് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളുടെ മനസ്സാണ് അവിടെ ആദ്യം വേണ്ടത്.
വരുന്നത്. നമുക്ക് നേടിയെടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു എഫേർട്ട് അതല്ലെങ്കിൽ ആ ഒരു മനസ്സിന്റെ ആ ഒരു ധൈര്യത്തോടെ കൂടി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഇത് കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇത് വളരെ നല്ല ഒരു ചാൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. 10th പ്രിലിംസിന്റെ സിലബസ് വളരെ ലൈറ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷകൾ പോലെയൊന്നുമല്ല, ഡിഗ്രി ലെവൽ പോലെയല്ല, 12th ലെവൽ പോലെയല്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ആണ്. സിമ്പിൾ സിലബസ് സിമ്പിൾ സമയം കൊണ്ട് തന്നെ നമുക്ക് കവർ ചെയ്യാം. മാത്രമല്ല ഇതിന്റെ മെയിൻസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പോസ്റ്റുകളിലേക്കുള്ള എക്സാമുകളാണുള്ളത്. സോ അതിൽ ഏതെങ്കിലും ഒന്നിൽ നമുക്കൊന്ന് കയറി പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമ്മളുടെ ആ ഒരു സ്വപ്ന ജോലിയിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ആദ്യം കടമ്പ എന്നോണം നമുക്ക് എന്ത് ചെയ്യണം, 10th പ്രിലിംസ് ക്രാക്ക് ചെയ്യണ്ടേ? സോ ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പഠനം ആരംഭിക്കാൻ പോവുകയാണ്. നമുക്കൊരു 25 ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്നാമത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ. ഞാൻ വീണ്ടും പറയുന്നു, കുറച്ച് സമയമുള്ളൂ. വെറുതെ കണ്ടന്റുകളും വായിച്ചിരുന്ന സമയം കളയാൻ നമുക്കില്ല. നമുക്ക് നല്ല രീതിയിൽ ക്വാളിറ്റി കണ്ടന്റ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു ടോപ്പിക്ക് പഠിച്ച് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ സോഴ്സുകൾ ഉണ്ടോ ആ സോഴ്സിൽ നിന്ന് മാക്സിമം കവർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ നമ്മൾ പഠിക്കും. ഓക്കെ, അത് വളരെ ഡീപ്പിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ബേസിക് ആയിട്ട് ഇനിയിപ്പോ കുറച്ച് സമയമേ ഉള്ളൂ. ഇനി പഠിക്കാൻ തുടങ്ങിയിട്ടില്ലാത്തവരോട് പറയുകയാണ്, ഡീപ്പ് ലെവലിലോട്ട് ഇപ്പൊ പോകേണ്ട, സമയമില്ല. ഇത് നമ്മളുടെ സമയം വെറുതെ കളയരുത്. അപ്പൊ എന്ത് ചെയ്യാം, ബേസിക് ആയിട്ട് ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിൽ സെറ്റ് ആക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെയാണ് മാത്സ്. നമുക്കറിയാം ഈ ഒരു എക്സാമിന് നമ്മൾ മാത്സ് മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് ഒരുവിധം പകുതി മാർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെ കൂടെ തന്നെ മാത്സിനകത്തുള്ള അത്രയും ടോപ്പിക്കുകൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഒരു വട്ടം ബാക്കിയുള്ള പരീക്ഷകൾക്ക് പഠിച്ച് തയ്യാറായിരിക്കുന്നവർക്ക് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ എന്ത് പഠിക്കും? സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. അപ്പൊ ആദ്യത്തെ ദിവസം നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകൾ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമാണ്. ഇന്ത്യൻ ജോഗ്രഫി പഠിക്കും. അതുപോലെ തന്നെ എന്താണ്, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും പഠിക്കും. ദെൻ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സിലേക്കാണ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഏരിയാസ് ഫോക്കസ് ചെയ്ത് പറയുന്നുണ്ട്. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ കറണ്ട് അഫയേഴ്സ് വേണം. അതുപോലെ തന്നെ കലാ സാംസ്കാരിക മേഖല, പിന്നെ രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, പിന്നെ കായിക മേഖല എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിക്കുന്നത് കായിക മേഖലയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും. സോ എന്ത് ചെയ്യുക, ഓരോ ഏരിയാസിനെയും സെപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിക്കാൻ പറ്റുമെങ്കിൽ അത്രയ്ക്കും നല്ലതാണ്. ഇപ്പൊ നിങ്ങളുടെ മന്ത്ലി കറണ്ട് അഫയേഴ്സ്, എൻട്രിയുടെ തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഓരോ ഏരിയാസും സെപ്പറേറ്റ് ചെയ്ത് കറണ്ട് അഫയേഴ്സ് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറഞ്ഞ് കറണ്ട് അഫയേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ എന്ത് ചെയ്യാം, ആ കറണ്ട് അഫയേഴ്സ് വെച്ച് ഓരോ ഏരിയാസും സെപ്പറേറ്റ് ചെയ്ത് വായിച്ചങ്ങ് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, ഇവിടെ ഇപ്പൊ നമുക്ക് ഒരു ദിവസം ഇത്രയും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ദിവസത്തെ ഏതെങ്കിലും പഠിക്കാതെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചു തീർന്നിട്ടില്ല എങ്കിൽ ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്യാം, ഈ ഒരു ദിവസത്തിൽ ആഡ് ചെയ്ത് പഠിക്കാം. അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാം, ഈ അഡീഷണൽ ആയിട്ട് സമയം കിട്ടുവാണെങ്കിൽ ആ ദിവസം നമുക്ക് എന്തായാലും ഒരു ദിവസം ഫുള്ള് വേണ്ടി വരത്തില്ല. ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖലയുടെ ആനുകാലിക സംഭവങ്ങൾ, സമകാലീന സംഭവങ്ങൾ പഠിക്കാൻ ഒരു ദിവസം ഫുള്ള് വേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള ടോപ്പിക്സ് കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് ചിലപ്പം കെമിസ്ട്രി പാടായിരിക്കും, ചിലപ്പം ഫിസിക്സ് പാടായിരിക്കും, ചിലപ്പം മാത്സ് പാടായിരിക്കും. സോ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത്, സോ അത് നിങ്ങൾ ആദ്യം തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ ഓരോ ദിവസം എല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ചു തീർക്കണമെന്നല്ല, കുറച്ച് വീതം പഠിച്ചു കൊണ്ടുവരിക. ഓക്കെ, ഇനി മൂന്നാമത്തെ ദിവസത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താണ് പഠിക്കുന്നത്? അതും സമകാലീന സംഭവങ്ങളാണ്. രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖലയിലെ സമകാലീന സംഭവങ്ങളാണ്. സാഹിത്യ മേഖലയിലെ സമകാലീന സംഭവങ്ങൾ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. സോ അതൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ദെൻ ഭിന്നസംഖ്യകളും നമുക്ക് കുറച്ച് സമയം കൊണ്ട്, ഒരു 2 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാവുന്ന ഒരു ടോപ്പിക്കേ ഉള്ളൂ. ഓൾറെഡി പഠിച്ചിട്ടിരിക്കുന്നവർക്ക് ഈ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്നും കൂടെ റിവിഷൻ ചെയ്താൽ മതി. ഇനി പുതിയതായിട്ട് പഠിക്കുന്നവർ എന്ത് ചെയ്യുക, മാക്സിമം സ്പീഡിൽ ആ ഒരു ടോപ്പിക്ക് പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ 3 ദിവസത്തെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 4ാമത്തെ ദിവസത്തിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ എന്താ പഠിക്കുന്നത്?
അതിർത്തികളും അതിരുകളുമാണ്. നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയുടെ അതിർത്തികളും അതിരുകളും പഠിക്കും. പിന്നെ ഹൈഡ്രജനെ പറ്റിയിട്ടും ഓക്സിജനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. ഇനി നമ്മൾ ഒന്നേന്ന് പറഞ്ഞിരുന്ന് പഠിക്കാൻ സമയമില്ല. പറഞ്ഞല്ലോ, എപ്പോഴും നമ്മളുടെ കയ്യിലുള്ള നല്ല ക്വാളിറ്റി കണ്ടന്റ് വെച്ചിട്ട് ഈ ഒരു ടോപ്പിക് അങ്ങ് പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് റാങ്ക് ഫയൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സസ് ഉണ്ടായിരിക്കും. സോ അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള PDF നോട്ടോ മറ്റെന്തെങ്കിലും സോഴ്സോ ഉപയോഗിച്ചോ ആ ഒരു ടോപ്പിക് അങ്ങ് പഠിച്ച് തീർക്കുക. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, ഇനി വർഗവും വർഗമൂലവും ഉണ്ട്. അതും നമ്മൾ ആ ഒരു ദിവസം തന്നെ, 4ാമത്തെ ദിവസം തന്നെ പഠിച്ചു തീർക്കും. ഇനി 5ാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ കായിക മേഖലയുമായി ബന്ധപ്പെട്ട സമകാലീന സംഭവങ്ങളാണ്. അവിടെ നമുക്ക് ഒളിമ്പിക്സും കാര്യങ്ങളും ഒക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കുറച്ച് സമയം എടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറച്ച് കണ്ടന്റുകൾ അവിടെ കുറച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ശരാശരി അന്നത്തെ ദിവസം തന്നെ നമ്മൾ ഇത് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ എന്ത് പഠിക്കും? ആവറേജിനെ പറ്റിയിട്ടും പഠിക്കും. ദെൻ അടുത്ത ദിവസം 6ാമത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്നുള്ള ടോപ്പിക് പഠിക്കും. ദ്രവ്യവും പിണ്ഡവും സമയവും ദൂരവും ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ. ഓക്കെ, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ബാക്കിയുള്ള സബ്ജക്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള ടോപ്പിക്കുകൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു തീർക്കുക. ഒരു സബ്ജക്ട് പഠിച്ച് ഒരു കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ അവിടെ ഡ്രോപ്പ് ചെയ്യുക. ഡ്രോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അടുത്ത ടോപ്പിക്ക് പഠിക്കുക. അത് ടോപ്പിക്ക് പഠിച്ച് ഒരുവിധം ആകുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ വരും, ഇത് പഠിച്ചായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീർക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു വെറുതെ ഇരുന്ന് നമ്മുടെ മൈൻഡ് ഇരുന്ന് സമയം കളയുന്നതിൽ നല്ലത് നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് തോന്നുകയാണ്, ഓ ഇത് ഭയങ്കര ബോർ അടിക്കുന്നല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം? ഡൈവേർട്ട് ചെയ്യുക, അടുത്തൊരു സബ്ജക്റ്റിലേക്ക് പോവുക, ആ സബ്ജക്ട് പഠിക്കുക. ആ സബ്ജക്ട് ബോർ അടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ച് ഈ സബ്ജക്റ്റിലേക്ക് വരിക. അങ്ങനെ വേണം പോകാൻ. അല്ലാതെ രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ ഒരു ടോപ്പിക്കും കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ മാക്സിമം എങ്ങനെയൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് പഠിക്കാൻ പറ്റുമോ അങ്ങനെ തന്നെ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. ഓരോരുത്തരുടെയും രീതി വ്യത്യസ്തമാണ്. നമ്മൾ ഒരാൾ പഠിക്കുന്ന കണക്കല്ല മറ്റൊരാൾ പഠിക്കുന്നത്. സോ നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ഇഷ്ടമുള്ളത്, ഏതൊക്കെ സബ്ജക്റ്റ് ആണ് മനസ്സിലാകുന്നത്. സോ അതനുസരിച്ച് എന്ത് ചെയ്യാം? പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ദെൻ ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതിയെ പറ്റിയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ശ്രേണികൾ കൂടി പഠിച്ചു പോകുന്നതായിരിക്കും. അതാണ് നമ്മൾ 7ാമത്തെ ദിവസം പഠിക്കുന്നത്. ഇനി 8ാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ പ്രവൃത്തിയും ഊർജവും എന്നുള്ള ഒരു ടോപ്പിക് പഠിക്കും. ഊർജവും അതിന്റെ പരിവർത്തനവും ചട്ടമ്പി സ്വാമികള്, അയ്യങ്കാളി ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്കുണ്ട്. സോ അതുകൊണ്ട് എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഏരിയാസ് ആണ്. അതുകൊണ്ട് ആ ഏരിയാസ് നല്ലതുപോലെ പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ പ്രവൃത്തിയും ഊർജവും അതിന്റെ പരിവർത്തനവും ചട്ടമ്പി സ്വാമികൾ എന്നുള്ള ടോപ്പിക് പഠിക്കും. ദെൻ 9ാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശ്രീനാരായണ ഗുരു. ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ 9ാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ പഠിക്കുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ടോപ്പിക്സ് കൂടി വരും നമുക്ക്. കാരണം പഠിക്കാനുള്ള കാര്യങ്ങൾ കൂടുതലുണ്ടല്ലോ. നമുക്ക് വളരെ കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 10ാമത്തെ ദിവസം നോക്കൂ, പ്രധാന വ്യവസായങ്ങൾ പഠിക്കും. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് നല്ലതുപോലെ ശ്രദ്ധിച്ച് മാറിപ്പോകാതെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ദെൻ അയ്യങ്കാളിയെ പറ്റിയിട്ടും പഠിക്കാം. ദെൻ 11ാമത്തെ ദിവസത്തേക്ക് വരുമ്പോൾ ഒറ്റയാനെ കണ്ടെത്തുക, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണയം, ഓക്കെ പൊസിഷൻ ഒക്കെ കണ്ടുപിടിക്കുന്ന ആ ഒരു മാത്തമാറ്റിക്കൽ സംഭവങ്ങളും എന്ത് ചെയ്യണം? പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ 11 കഴിഞ്ഞു 12ലേക്ക് വരുമ്പോൾ നമ്മൾ ദശാംശ സംഖ്യകളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ആയിരിക്കും പഠിക്കുന്നത്. 13ാമത്തെ ദിവസം ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ. 14ാമത്തെ ദിവസം ശബ്ദവും പ്രകാശവും സൗരയൂഥവും സവിശേഷതകളും. 15ാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പണ്ഡിറ്റ് കറുപ്പൻ, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ ഇവരെയൊക്കെ കുറിച്ച് അധികം വലുതായിട്ടൊന്നും നമ്മൾ എസ്സേ പോലൊന്നും പഠിക്കാനില്ല. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. സോ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് പഠിച്ചു തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് പഠിക്കും? കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഈ വിലപ്പെട്ട ഒരു 25 ദിവസം നമ്മൾ മാക്സിമം പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ കുറെ പേർക്ക് ഇതേപോലെ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലവർക്ക് സ്വന്തമായി ഉണ്ടാക്കിയ സ്റ്റഡി പ്ലാനിനോട് വലിയ താല്പര്യം കാണത്തില്ല. പക്ഷെ വേറൊരു സ്റ്റഡി പ്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം പഠിച്ചു തീർക്കാൻ എന്നുള്ള ആ ഒരു എഫോർട്ടോടെ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ നമ്മളൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഫുൾ PDF നിങ്ങൾക്ക് എന്ത് ചെയ്യാം? PDF ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിപ്പോ PDF ആയിട്ട് തരുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോ വീഡിയോയിലൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാനും ഒക്കെ ഒരുപാട് സമയം പോകുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു PDF ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് എടുത്ത് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യാം? ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം ഉണ്ട്. സോ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിനു ശേഷം കിട്ടുന്ന ലിങ്കിനകത്ത് നിന്നും നമ്മുടെ PDF ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ?
എങ്കിൽ ഒരു കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മുടെ പ്രദീപ് സാറിന്റെ നേതൃത്വത്തിൽ ഡിസംബർ 2-ാം തീയതി നമ്മുടെ ഒരു പുതിയ ബാച്ച്, അതും നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ച് ആണ്. 10th ലെവൽ പരീക്ഷകൾ, ഇനി മുന്നോട്ടുള്ള പരീക്ഷകൾ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫൗണ്ടേഷൻ ബാച്ച് ആരംഭിക്കുകയാണ്. ഡിസംബർ 2-ാം തീയതിയാണ് ഇതിന്റെ ലോഞ്ചിങ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, വരുന്ന പരീക്ഷകൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ല ഒരു റിസൾട്ടിലേക്ക് എത്തണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവര്, പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാച്ചാണിത്. സോ നിങ്ങൾക്ക് അതിനകത്ത് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം റിസൾട്ട് ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി മറ്റൊരു ദിവസം കാണാം. താങ്ക്